ഞാൻ ഷെരീഫ് ഭാരതീയ ഔഷധപരിപാലന സമിതി, നമ്മളെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചേറ്റൂർ ശങ്കരനായരുടെ വന എന്നൊരു ഗ്രൂപ്പുണ്ട്, വനസംരക്ഷണം. അതിലംഗമാണ്. ഇപ്പം ഞാൻ എന്ത് വെച്ചാൽ ഒരു വനത്തിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു സുഹൃത്തുമായിട്ടുള്ളൊരു അഭിമുഖമാണ് ഞാൻ നമ്മളെ ഗ്രൂപ്പിലൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ സാറിൻ്റെ പേര്? സാറിൻ്റെ പേര് ശങ്കരനാരായണ. എന്തെങ്കിലും ജോലി ചെയ്തിരുന്നു? ഞാൻ പിന്നെ മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റ്. കൃഷിയാണ് എനിക്ക് മെയിനായിട്ട്. കൃഷി, നെൽകൃഷി, വാഴക്കൃഷി, തെങ്ങ് കൃഷി, കവുങ്ങ് കൃഷി, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത് സാറേ. പിന്നെ ഇവിടെ ഇപ്പോൾ വളരെ കഷ്ടമാണ് ഞങ്ങൾക്ക് ഈ വന്യമൃഗങ്ങളെ കൊണ്ടേ. വന്യമൃഗങ്ങൾ ഇറങ്ങിയിട്ട് കൃഷിയൊക്കെ കണ്ടമാനം നാശം വരുത്തുന്നുണ്ട്. പക്ഷേ ഈ വന്യമൃഗങ്ങളെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് ഇവർ കാട്ടിൽ നല്ലോണം പിന്നെ തീറ്റ, അവർക്ക് പ്ലാവ്, മാവ്, താനി, കശുമാവ്, ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പഴങ്ങൾ തിന്ന് ഈ വേനൽക്കാലത്ത് സുഖമായിട്ട് അവരവിടെ തിന്ന് കുടിച്ച് അവിടെ ചോലകളൊക്കെ ഉണ്ടായിരുന്നു, അതിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു, കുടുങ്ങിയിരുന്നു. ഇപ്പം ഈ അക്കേഷ്യയും ഈ യൂക്കാലിയും വെക്കിയ കാരണം കൊണ്ട് മറ്റുള്ള മരങ്ങളൊക്കെ മുറിച്ച് പോയി അക്കേഷ്യ യൂക്കാലി അവിടെ വെച്ചിരിക്കുന്നത്. അത് അക്കേഷ്യയും യൂക്കാലി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെള്ളം ഭൂമിയെ ഡ്രൈ ആക്കുന്നതാണ്. അത് കാരണം കൊണ്ട് ഇപ്പോൾ ആ ചോലകളിലെ വെള്ളമൊക്കെ വറ്റി വെള്ളം കുടിക്കാൻ പറ്റില്ലാണ്ട് അവരെ ജീവനെ നിലനിർത്താൻ വേണ്ടി നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. അവരുടെ ജീവൻ നിലനിർത്തണമല്ലോ, അതിനവർ നാട്ടിലേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ നമ്മളിവിടെ കണ്ട വാഴകളോ പിണ്ടിയോ തണ്ടോ ഇങ്ങനെയൊക്കെ അവർ കുത്തി നശിപ്പിക്കും. അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഗവൺമെൻറ് വിചാരിച്ച നിഷ്പ്രയാസം സാധിക്കുന്നതാണ്. ഓരോ തടയണ ഉണ്ടാക്കും. ഇപ്പൊ ചോല ഒഴുകുണ്ടോ കാട്ടില്? ഈ ചോലക്ക് ഓരോ തടയണ ഉണ്ടാക്കിയാൽ രണ്ടും ഈ മെതുക് ഫോറസ്റ്റിൽ ഒരു 3-4 തടയണകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെയധികം അവർക്ക് വെള്ളം കിട്ടും. അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ കുളം തന്നെ നേരെ നടുക്കിലുണ്ടാക്കി ഈ ഭാഗത്തു നിന്ന് വെള്ളമുള്ള ഭാഗത്ത് നിന്ന് അതിലേക്ക് ഒരു പമ്പ് സെറ്റ് ഉപയോഗിച്ച് ഒരു 10-15 HP പമ്പ് സെറ്റ് ഉപയോഗിച്ച് വെള്ളം ഓരോ ദിവസവും കൊടുക്കുകയാണെങ്കിൽ അത് മൃഗങ്ങളോട് ചെയ്യുന്ന, ജീവികളോട് ചെയ്യുന്ന ഒരു പുണ്യകർമ്മമായിരിക്കും. ഇത് ഏതാണ് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഏതാണ് സ്ഥലം? ഇത് മെതുക് ഫോറസ്റ്റ് ഏരിയ ആണിത്. തൃശ്ശൂർ ജില്ലയിൽ തലപ്പള്ളി താലൂക്കിൽ മെതുക് ഫോറസ്റ്റ് ഏരിയ ആണിത്. നിങ്ങൾ മുമ്പ് പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളാണ്? അതെ, ഞാൻ പഞ്ചായത്ത്. ഓക്കെ, നമ്മൾ ഈ സന്ദേശം ജനങ്ങൾക്ക്, ഞാൻ പറയുമ്പോൾ ഷെരീഫ് പാറലാണ് പറയണത്, അത് വെറുതെ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് ശരിക്കും ഇതിന്റെ അടിയിൽ താമസിക്കുന്ന നിങ്ങളുടെ ഒരു വീഡിയോ എടുത്തിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കുക. ഞാൻ ഈ സത്യം എപ്പോഴും തുറന്ന് പറയുന്നത് എപ്പോഴും ചെയ്യേണ്ടതല്ല. വീട് ഈ ഏരിയയിലെ തൊട്ടടുത്താണ്. വീട്ടിൽ എപ്പോഴും പന്നികളും മയിലുകളും ഇപ്പത്തെ വീട്ടിൽ വന്ന് കഴിഞ്ഞെങ്കിൽ മയിലുകൾ 4 പേർ ഉണ്ടാവും. വെള്ളം കിട്ടാൻ പിന്നെ വീട്ടിലൊരു പാത്രത്തിൽ വെള്ളം വെക്കുകയാണ്. അത്രയും അവർക്ക് നമ്മൾ സംരക്ഷണം കൊടുക്കുകയാണ്. എത്ര രൂപ നമ്മള് ശമ്പളത്തിനായിട്ട് നമ്മളെ ഖജനാവെന്ന് വെറുതെ ശമ്പളം എന്നും പറഞ്ഞിട്ട് അത് എത്ര പൈസ വെറുതെ കളയണം. നല്ല ഉപകാരപ്രദമായി നല്ല ഞാൻ അറിയണ നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലേ. പക്ഷെ എന്താ പറയുക, ഫോർ റെസ്റ്റ് മാത്രമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. അത് അങ്ങനത്തെ. ഓക്കെ സാർ, താങ്ക് യു.